ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തെ വ്ളാഡിമിർ പുടിൻ നേരിട്ട് സ്വീകരിക്കുന്നു. വ്ളാഡിമിർ പുടിനുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം അത് പരസ്യമായി പറയാനുള്ളതും അല്ലാതെയുള്ളതും കൈമാറുന്നുണ്ട്. ഇന്ത്യ റഷ്യയുമായിട്ട് വളരെ ശക്തമായി തന്നെ സഹകരണം തുടരും എന്നാണ് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുകയാണ്. യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം റഷ്യ വലിയ രീതിയിൽ തന്നെ തകർക്കുന്നുണ്ട്. റഷ്യയിലെ സിവിലിയൻസ്, പ്രത്യേകിച്ച് മോസ്കോയിലുള്ള സാധാരണ ആളുകൾ, അതുപോലെ തന്നെ റഷ്യയുടെ ഇ കൊമേഴ്സ് ഫാക്ടറികൾ, ഇ കൊമേഴ്സ് കമ്പനികളെ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് യുക്രൈൻ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ റഷ്യ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ്. ഈ സമയത്ത് അമേരിക്ക റഷ്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളുടെ മേൽ 100% താരിഫ് ചുമത്തും എന്ന തരത്തിൽ ഭീഷണി മുഴക്കുന്നു. അതിനുള്ള അനുവാദം ട്രംപിന് അവരുടെ സഭ നൽകുന്നു. അപ്പോൾ ഈ വിധത്തിൽ ഇന്ത്യ ഒരു വലിയ ഭീഷണി നേരിടുമ്പോഴും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോവുകയും റഷ്യയുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കുന്നത്? എന്താണ് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ഇനിയും നേടാനുള്ളത്? അമേരിക്കയുടെ വാക്കുകൾക്ക് പുല്ല് വില കൊടുത്തുകൊണ്ട് റഷ്യയുമായിട്ട് ഇന്ത്യ ഇത്രമാത്രം സഹകരണം തുടരാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തമാണ്. ഇന്ത്യയുടെ നിലവിലെ സൈനിക ആയുധങ്ങളുടെ 50% മുകളിൽ റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് നിർമ്മിത ആയുധങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളായിട്ടുള്ള സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ, T-90 ടാങ്കുകൾ, INS വിക്രമാദിത്യ, ഇവയുടെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായിട്ട് നമുക്ക് റഷ്യ ഇപ്പോഴും ആവശ്യമുണ്ട്. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും മികച്ച മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ഇത് ഇന്ത്യയും റഷ്യയും ചേർന്നാണ് നിർമ്മിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ രാഷ്ട്രീയ നിബന്ധനകളൊന്നും വയ്ക്കാതെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ സാങ്കേതിക വിദ്യകൾ കൈമാറുന്നൊരു രാഷ്ട്രമാണ് റഷ്യ. ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണ്. ബ്രഹ്മോസ് മിസൈലുകളും ആണവ അന്തർവാഹിനികളും അടക്കം ഇന്ത്യക്ക് നൽകാൻ റഷ്യക്ക് യാതൊരു മടിയുമില്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കേവലം ഈ സൈനിക അല്ലെങ്കിൽ ഡിഫൻസ് സഹകരണം മാത്രമല്ല. ഇവിടെ പലരും ഇന്ത്യ റഷ്യ ബന്ധം ഇങ്ങനെ തുടരുന്നതിനെ വിമർശിക്കുന്നവരുണ്ട്. അമേരിക്കയുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരുണ്ട്. അതേ സമയത്ത് തന്നെ അമേരിക്കയെ ഭയന്ന് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധമില്ലാതാക്കും അല്ലെങ്കിൽ ഒഴിവാക്കും എന്ന് പറയുന്നവരുമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യയെ ഇന്ത്യ കൈവിടാൻ പോകുന്നില്ല. ഇന്ത്യയെ റഷ്യയും കൈവിടാൻ പോകുന്നില്ല. ഇതൊരു വസ്തുതയാണ്. കാരണം ഇന്ത്യക്ക് റഷ്യയും വേണം, റഷ്യക്ക് ഇന്ത്യയും വേണം. പരസ്പര സഹകരണത്തിലൂന്നിയ ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് അമേരിക്കയും UK-യും ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആണവ അന്തർവാഹിനികൾ അയച്ച് അന്ന് ഇന്ത്യയെ സംരക്ഷിച്ചത് നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. അന്ന് അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം ഒരു വലിയ ശക്തിയായിട്ടൊന്ന് മാറിയത്. അന്ന് സോവിയറ്റ് യൂണിയൻ കണ്ണടച്ചിരുന്നുവെങ്കിൽ അമേരിക്കയും UK-യും വന്ന് ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കിയനെ, അല്ലെങ്കിൽ പല കഷ്ണങ്ങളായിട്ട് വിഭജിച്ചനെ. അന്ന് റഷ്യ നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും പിളരുന്നതും ഇന്ത്യക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുന്നതും. അമേരിക്കയും UK-യും നേരിടാൻ മാത്രമുള്ള ശക്തിയൊന്നും 71 ഇന്ത്യക്കില്ല. സോ റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റിന്റെ സഹകരണം, അന്ന് ആ ഒരു സഹായം നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ നന്ദി ഒരു കാലത്തും ഇന്ത്യക്ക് വിസ്മരിക്കാൻ കഴിയില്ല. നമുക്ക് അവരോട് ആ നന്ദി കാണിച്ചേ പറ്റൂ. മറ്റൊന്ന്, സൈലന്റ് ആയിട്ട് റഷ്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ആരും ചർച്ച ചെയ്യാറില്ല. പൊതുവെ സൈലന്റ് സപ്പോർട്ട് അത് ചെറുതൊന്നുമല്ല. എവിടെയാണെന്നറിയോ? UN-ലാണ് ആ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരായിട്ട് വന്ന നിരവധി പ്രമേയങ്ങളെ പലപ്പോഴും വീറ്റോ ചെയ്ത് ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. ചുരുക്കത്തിൽ റഷ്യയുടെ വീറ്റോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ കൂടി ഒരു വക്താവായിട്ടാണ് റഷ്യ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഇന്ത്യക്കെതിരെ, അതിനിപ്പോൾ ചൈന കൊണ്ടുവരുന്ന ഒരു കാര്യത്തെ ആണെങ്കിൽ പോലും റഷ്യ പിന്തുണയ്ക്കില്ല എന്നതാണ് നമുക്ക് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന രീതിയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഒരു വശത്ത് നമ്മൾ അമേരിക്കയുമായും ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ സഹകരിക്കുന്നുണ്ട്, പല കൂട്ടായ്മകളിലും പങ്കാളിയാവുന്നുണ്ട്. അതേസമയം തന്നെ റഷ്യയോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും സൗഹൃദവും ഒരിക്കലും ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയുമില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്നുള്ള വളം ഇറക്കുമതി വളരെ അത്യാവശ്യമാണ്. ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഭക്ഷ്യസുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇനി വരുന്ന വർഷങ്ങളിൽ ലോകം വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടാൻ പോവാണ്. സോ റഷ്യയുമായിട്ടുള്ള സൗഹൃദം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഊർജ സുരക്ഷയും ആണവോർജവുമാണ്.
പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് ശേഷം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തതിലൂടെ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കുവാനും രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം നിർമ്മിച്ചത് റഷ്യൻ ഏജൻസിയായിട്ടുള്ള റോസാറ്റോവുമായിട്ട് ചേർന്നാണ്. കൂടാതെ ചെറിയ ആണവ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിലും റഷ്യ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ്. അപൂർവ ധാതുക്കളുടെ വലിയ നിക്ഷേപം റഷ്യയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ റഷ്യ. അതുകൊണ്ട് തന്നെ ധാരാളം പ്രകൃതി നിക്ഷേപങ്ങളും ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമുക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. കാരണം റഷ്യയിൽ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അമേരിക്കയെന്നല്ല ആര് വിചാരിച്ചാലും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇനി റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം $100 ബില്യൺ അടുത്തേക്ക് എത്തുകയാണ്. സോ വലിയ പ്രതിസന്ധിയാണ് റഷ്യ ഇപ്പോൾ നേരിടുന്നത്, സാമ്പത്തികമായിട്ട് യുദ്ധം കാരണമൊക്കെ. ഈ സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതും വളം വാങ്ങുന്നതും റഷ്യയുമായി കൂടുതൽ സഹകരിക്കുന്നതും റഷ്യക്ക് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ പരോക്ഷമായി റഷ്യയെ സഹായിക്കുകയാണ്. ഇതിന്റെ പുറകിൽ മറ്റൊരു അപകടം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. റഷ്യ ചൈന അച്ചുതണ്ട്. ഹിമാലയൻ അതിർത്തിയിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്ന ചൈനയാണ്. ഉപരോധങ്ങൾ കാരണം റഷ്യ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുകയോ തകരുകയോ ചെയ്താൽ അത് റഷ്യയെ പൂർണ്ണമായും ചൈനയുടെ ഒരു അനുബന്ധ രാജ്യമാക്കി മാറ്റും. ഇത് ഏറ്റവും വലിയ നഷ്ടം വരുത്തുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. റഷ്യ ശക്തവും സ്വതന്ത്രവുമായി നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. റഷ്യയുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധം തുടരുന്നതിലൂടെ റഷ്യ പൂർണ്ണമായും ചൈനയെ ആശ്രയിക്കുന്നത് തടയാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കൂടി നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അമേരിക്ക എന്നല്ല ഏത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അത് തന്നെയാണ് ജയശങ്കറിന്റെ ഇപ്പോഴത്തെ ഈ സന്ദർശനവും വ്യക്തമാക്കുന്നത്. അമേരിക്ക 100% താരിഫ് ചുമത്തുമെന്ന് ഭീഷണി മുഴക്കുന്നതിനിടയിലും റഷ്യയുമായിട്ടുള്ള സൗഹൃദത്തിന് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യം സൂചിപ്പിക്കുന്നത് ഇതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.